ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ 2019 ദേവസ്വം ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് പിടിച്ചെടുത്തിരിക്കുകയാണ്. സ്വർണം പൂശാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ച യോഗത്തിന്റെ മിനിറ്റ്സ് ആണ് അന്വേഷണ സംഘം പിടിച്ചെടുത്തത്. നിർണായകമായൊരു നീക്കമാണത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചനയുടെ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, അങ്ങനെ അന്ന് 2019 ഈ നിർണായകമായ തീരുമാനം അന്നത്തെ ദേവസ്വം ബോർഡ് എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ യോഗ തീരുമാനത്തിന്റെ മിനിറ്റ്സിൽ ആരൊക്കെ ഇതിനെ പിന്തുണച്ചു, ആരൊക്കെ ആവശ്യപ്പെട്ടു, കൃത്യമായ യോഗത്തിൽ എന്താണ് നടന്നത് എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു തെളിവായി കിട്ടും. ഒപ്പം തന്നെ മറ്റെന്തൊക്കെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു പുതുതായി, സിജോ? ഇപ്പോൾ നിലവിൽ ഇത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടക്കുന്നത്. അവരുടെ മൊഴിയുടൻ രേഖപ്പെടുത്തുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുകയാണ്. അതിനിടെയാണ് ഒരു സുപ്രധാന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുന്നത്. അത് പറഞ്ഞതുപോലെ തന്നെ ഈ യോഗത്തിൽ ആരൊക്കെയാണ് ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്, അതിൽ ആരൊക്കെ ഈ മിനിറ്റ്സിൽ ഈ രേഖകളിലെല്ലാം ഒപ്പുവെച്ചിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് 2019 യോഗത്തിന്റെ മിനിറ്റ്സ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. അതിൽ വിശദമായ പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കി ചെയ്യുന്നത്. സ്വാഭാവികമായും ഇനി ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കും അന്വേഷണം കടക്കുന്നു എന്നുള്ള സൂചന തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്യുക. കാരണം ഉദ്യോഗസ്ഥ ഗൂഢാലോചന ഉണ്ടെന്നുള്ള സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു, അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 9 ഉദ്യോഗസ്ഥരെയാണ് നിലവിൽ ഇതിൽ പ്രതിയേർക്കപ്പെട്ടിരിക്കുന്നത്. അവരിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഈ ബോർഡിന്റെ പങ്ക് സംബന്ധിച്ച് വ്യക്തത തേടി അന്വേഷണ സംഘം നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഈ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണം കൂടുതൽ വ്യക്തത വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. നേരത്തെ 5 പേരാണ് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിരുന്നതെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരുന്നത്. എന്നാൽ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ള സൂചന അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് എസ്ഐറ്റിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ പുറത്ത് കൂടുതൽ ഇടങ്ങളിലേക്കും ഇതിന്റെ അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നാണ്. അത് ഏതെല്ലാം സ്ഥലങ്ങളിലേക്ക് നീങ്ങുമെന്ന് അറിയില്ല. ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ ഇത് സ്വർണ്ണപ്പാളികൾ കൂടുതൽ ഇടങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവാം, അത് കേന്ദ്രീകരിച്ചാവാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗൂഢാലോചനയിൽ പങ്കുള്ള കൂടുതൽ ആളുകൾ മറ്റിടങ്ങളിൽ നിന്നുള്ള ആളുകളാകാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഇടങ്ങളിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുകയും ചെയ്യുന്നത്. ശരി സിജോ, എന്തായാലും ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതിന് പിന്നാലെയാണ് നിർണായകമായ നീക്കങ്ങളിലേക്ക് ഇപ്പോൾ എസ്ഐടി കടന്നിരിക്കുന്നത്. മിനിറ്റ്സ് പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ വളരെ നിർണായകമായ വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം.